സോഷ്യൽ മീഡിയ എന്നത് ഒരു ശാപമാണോ, ഒരു കേഴ്സാണോ, അത് ഒരു എന്ന് വെച്ചാൽ നമുക്ക് ഉപയോഗശൂന്യമാണോ എന്നുള്ളതിനെ കുറിച്ചാണ് ഇന്ന് പാർട്ട് 2-ൽ നമ്മൾ പ്രതിപാദിക്കുന്നത്. തെറ്റായ വിവരങ്ങളുടെ വ്യാപനത്തിനും ഇതുമൂലം കലാപങ്ങൾ ഉണ്ടാവാനും സാധ്യതയുള്ളതിനാൽ നമ്മൾ കണ്ടു മണിപ്പൂരിലും കാശ്മീരിലും മറ്റ് പല രാജ്യങ്ങളിലും കലാപം നടക്കുമ്പോൾ സോഷ്യൽ മീഡിയയെ ബാൻ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് ഈ സോഷ്യൽ മീഡിയ ഇന്നത്തെ കാലത്ത് വളരെയധികം മിസ്യൂസ് ചെയ്യപ്പെടുന്ന ഒരവസ്ഥയിലാണ്. എന്ന് പറഞ്ഞാൽ വ്യക്തിഹത്യ നടത്തുന്നതിനും ദുഷ്പ്രചരണം നടത്തുന്നതിനും സോഷ്യൽ മീഡിയ നടത്തുന്ന സോഷ്യൽ മീഡിയ സമൂഹത്തിൻ്റെ മൂല്യച്യുതിക്ക് കാരണമായിട്ടുണ്ട്. പലരും മണിക്കൂറുകളോളം സോഷ്യൽ മീഡിയയിൽ സമയം ചെലവഴിക്കുന്നത് കുടുംബ ബന്ധങ്ങളെയും അവരുടെ നിലനിൽപ്പിനെയും സാരമായി ബാധിക്കുന്നുണ്ട്. നേരിട്ടുള്ള സംവേദനം ഇല്ലാതെയാവുകയും ഇത് സമൂഹത്തിൻ്റെ നിലനിൽപ്പിന് ഭീഷണിയായി മാറുകയും ചെയ്യുന്നതാണ് നാം ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുപോലെ നമ്മൾ കേൾക്കുന്ന ഒരു കാര്യമാണ് സൈബർ ക്രൈം എന്നത്. വാട്സപ്പ് വഴിയും ഫേസ്ബുക്ക് വഴിയും എല്ലാം നടക്കുന്ന കുറ്റകൃത്യങ്ങൾ ഇന്ന് കൂടി വരികയാണ്. അതുകൊണ്ട് സൈബർ ക്രൈമിൻ്റെ വ്യാപനത്തിന് ഈ സോഷ്യൽ മീഡിയ ഒരു കാരണമായിട്ടുണ്ട്. ഹാക്ക് ചെയ്യപ്പെടുന്നു, സ്വകാര്യത നഷ്ടപ്പെടുന്നു, കളവ് പോകുന്നു. ഇത്രയും കാര്യങ്ങളെല്ലാം സോഷ്യൽ മീഡിയ കാരണം ഇന്ന് സമൂഹത്തെ വളരെയധികം ബാധിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ ദുരുപയോഗം കുട്ടികൾക്കും സ്ത്രീകൾക്കും എല്ലാം വളരെയധികം ഒരു ഭീഷണിയായി മാറിക്കൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് എല്ലാ കണ്ടുപിടുത്തങ്ങളും ഗുണകരമെങ്കിലും അവയുടെ ദുരുപയോഗം വർദ്ധിച്ചു വരുന്നതിനാൽ കുട്ടികളുടെ കണ്ണുകൾക്കും അതുപോലെ കുട്ടികളുടെ കോൺസെൻട്രേഷൻ കുറവ് അങ്ങനെയുള്ള പ്രശ്നങ്ങളിലേക്കും എല്ലാം ഇതിൻ്റെ കൂടുതലായുള്ള ഉപയോഗം നയിക്കുന്നു എന്നതിനാലും മുതിർന്നവർക്ക് ഡിപ്രഷൻ അഥവാ നിരാശ രോഗമുണ്ടാകുന്ന ഒരു അവസ്ഥയിലേക്കും ഇത് നയിക്കുന്നു എന്നതിനാൽ ഇവയെക്കുറിച്ച് വ്യക്തമായ അവബോധം സൃഷ്ടിക്കേണ്ടത് അത്യാവശ്യ കാര്യമാണ്. നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.